ബോസ് താരമായ RJ ബിൻസി ഇപ്പോൾ കൊളാബറേഷൻ മൂലം വീണ്ടും എയറിലായിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അതായത് ഒരു ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ഒരു കൊളാബറേഷൻ, അതായത് ചോദിച്ച് മേടിച്ചൊരു കൊളാബറേഷൻ കൊണ്ട് ഇപ്പം നിലവിൽ പുള്ളിക്കാരി എയറിലായിരിക്കുകയാണ്. എന്താ കാര്യം എന്നല്ലേ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യം പറയാം. അത് ആ ഇൻസ്റ്റാഗ്രാം പേജിന് ഞാനിവിടെ സൈഡിൽ മെൻഷൻ ചെയ്യും. അത് ഇഷ ബൈ PK എന്ന് പറഞ്ഞ ഒരു ഇൻസ്റ്റാഗ്രാം പേജാണ്. പുള്ളിക്കാരി മറ്റേ അവരുടെ പേജ് ചെറിയൊരു പേജാണ്. അപ്പോൾ അവരുടെ പേജ് നോർമലി ഓർണമെൻറ്റ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നോർമലി ഇടുന്നത്. അതപ്പോൾ വലിയ വിലയൊന്നുമില്ല, 100-400-300 രൂപയുടെ ചെറിയ ചെറിയ ഐറ്റംസ് ഒക്കെയാണ് നോർമലി പബ്ലിഷ് ചെയ്യുന്നത്. 2024 ബിൻസി ഇവർക്ക് അങ്ങോട്ട് മെസ്സേജ് അയച്ചു. അതായത് കൊളാബറേഷൻ വേണമെന്ന് ചോദിച്ചാൽ അങ്ങോട്ട് മെസ്സേജ് അയക്കുകയും അതായത് അവർ ഓക്കെ പറയും, ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തു തരാമെന്നൊക്കെ പറഞ്ഞ് ഓക്കെ സമ്മതിച്ചാൽ. അപ്പോൾ ബിൻസി എന്നിട്ട് കുറച്ച് ഐറ്റംസ് ഒക്കെ ഇവർ ഇന്ന് സെലക്ട് ചെയ്ത് എന്നിട്ട് പ്രൊമോഷൻ വീഡിയോ ചെയ്ത് തരാമെന്നും പറഞ്ഞു. പക്ഷേ ഈ 2024 ഈ സാധനം മേടിച്ച് കൈ കിട്ടി ധരിച്ചതിന് ശേഷം പിന്നെ യാതൊരു വിവരവുമില്ല. എന്തായാലും ഇവർ ഇതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ നമുക്കൊന്ന് കാണാതെ. ഇട്ടിന്റെ പണി കിട്ടി. ബിസിനസിന്റെ തുടക്കത്തിൽ തന്നെ വിചാരിച്ചതിൽ സ്വീകാര്യത കിട്ടി ഹാപ്പി ആയി പോയിരുന്ന സമയത്താണ് ഞങ്ങൾക്ക് ആ ഇട്ടിന്റെ പണി കിട്ടിയത്. ഇങ്ങോട്ട് വന്ന ഒരു കൊളാബ് റിക്വസ്റ്റ് പേജ് നോക്കിയപ്പോൾ ഞങ്ങൾക്ക് ആളെ അന്ന് അറിയില്ലായിരുന്നു. എന്നാൽ അത്യാവശ്യം ഫോളോവേഴ്സ് ഉണ്ടായിരുന്നു. ഞങ്ങളാണെങ്കിൽ പറഞ്ഞതെല്ലാം അയച്ചു കൊടുക്കുകയും ചെയ്തു. കുറെ ദിവസമായിട്ടും കൊളാബ് കാണുന്നില്ല. ചോദിക്കുമ്പോൾ പനിയായിരുന്നു, തലവേദനയായിരുന്നു, അവിടേക്ക് പോയി ഇവിടേക്ക് പോയി എന്നൊക്കെ എക്സ്ക്യൂസസ് കേൾക്കാം. അയക്കുന്ന മെസ്സേജസിനെല്ലാം സീൻ കാണാം. അതുതന്നെ ഷി വാസ് സ്മാർട്ട് ഇനഫ് ടു ഫൂൾ അസ്. എന്നാൽ എല്ലാ ഇൻഫ്ലുവൻസേഴ്സും ഇങ്ങനെയാണോ? അല്ല. ഒട്ടുമിക്ക ആളുകളും ഞങ്ങളെപ്പോലുള്ള സ്മോൾ ബിസിനസിനോട് അത്രയും കൈൻഡുമാണ്, സപ്പോർട്ടീവുമാണ്. ഈ ആള് മലയാളം ബിഗ് ബോസിലെ ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നു. ഏത് സീസൺ ആണെന്ന് പറയുന്നില്ല. ഇതായിരുന്നു ഇവർ ആദ്യം ഇട്ട വീഡിയോ. ഈ വീഡിയോ ഇവർ ടേക്ക് ഡൗൺ എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വീഡിയോ ഇട്ടതിന് ശേഷം അത് കുറേ ബിഗ് ബോസിൽ കുറേ കണ്ടസ്റ്റൻസ് ഉണ്ടല്ലോ, അവരുടെയൊക്കെ ക്രെഡിബിലിറ്റി ബാധിക്കുന്ന ആയതുകൊണ്ട് ഇവർക്ക് കുറേ മെസ്സേജ് അവരുടെ പേര് വെളിപ്പെടുത്തണമെന്ന് പറഞ്ഞ് ഇവർക്ക് കുറേ മെസ്സേജസ് വരികയും ഈ പുള്ളിക്കാരി ആ മെസ്സേജസൊക്കെ ഈ വീഡിയോ ടേക്ക് ഡൗൺ ചെയ്യുകയും ചെയ്തായിരുന്നു. ഈ വീഡിയോ ടേക്ക് ഡൗൺ ചെയ്തതിന് ശേഷം ഇവരുടെ തന്നെ വീഡിയോയിൽ പുള്ളിക്കാരിയുടെ മെസ്സേജസും കാര്യങ്ങളും കാണിക്കുന്നുണ്ടായിരുന്നു. അത് ഇന്നത്തെ ഇവരുടെ ഫസ്റ്റ് വീഡിയോയിൽ പറയുന്നുണ്ട്, അതായത് ബിഗ് ബോസ് കണ്ടസ്റ്റൻസ് ഇവരുടെ അടുത്ത് ചോദിച്ച് മേടിച്ചത് 2024 ഹേ ഡു യു വാണ്ട് കൊളാബറേഷൻ എന്ന് പറഞ്ഞ് ചോദിച്ച് മേടിച്ചൊരു കൊളാബ്. അതിനുശേഷം ഇവരുടെ ഈ 2024 ഈ സാധനങ്ങളൊക്കെ കയ്യിൽ കിട്ടിയതിന് ശേഷം ഇവർ പിന്നെ എന്തുകൊണ്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നില്ലെന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഈ പുള്ളിക്കാരി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് എനിക്ക് പനിയാണ്, എനിക്ക് അവിടെ പോകാൻ പറ്റുന്നില്ല, ഇവിടെ പോകാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര എക്സ്ക്യൂസ് മീ. അത് 1.5 വർഷം ഇവരെ ഇട്ട് വലിപ്പിച്ചു. അതിനുശേഷം ഇവർ അയക്കുന്ന മെസ്സേജസിനൊന്നും റിപ്ലൈ തരുന്നില്ല. സീൻ കാണുന്നുണ്ട് പക്ഷേ റിപ്ലൈ തരുന്നില്ല. അങ്ങനെ ഇവർ സാഗി കേട്ടിട്ട് വേറൊരു വീഡിയോ അപ്ലോഡ് ചെയ്തു. ആ വീഡിയോ ആണിത്. ഇതിനുശേഷം ഇവർക്ക് ഈ വീഡിയോ ഇവർ ടേക്ക് ഡൗൺ ചെയ്തതിന് ശേഷം വേറൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ നമുക്കൊന്ന് കാണാം. സ്കാം അലേർട്ട് റിവീൽ ടൈം പാർട്ട് 2. നാളെ ഓൾറെഡി ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യാനുണ്ട്. അപ്പം ഞാൻ സാറ്റർഡേ വീഡിയോ എടുത്തിട്ട്, അല്ലെങ്കിൽ ഞാൻ നാളെ വീഡിയോ എടുത്തിട്ട് സാറ്റർഡേ ഇടുന്ന പോലെ ചെയ്താൽ മതിയോ? വോയിസ് കേട്ട ആളെ മനസ്സിലായി കാണുമല്ലോ. അതെ, ലാസ്റ്റ് ബിഗ് ബോസ് സീസണിൽ വന്ന RJ തന്നെയാണ് കക്ഷി. ആ മെസ്സേജ് ക്ലിയർ ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും June 7, 2024 നമുക്ക് വ്യക്തമായി മനസ്സിലാവും. അതിനകത്ത് പുള്ളിക്കാരിയാണ് ആദ്യം മെസ്സേജ് അയക്കുന്നതെന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാവും. 2024 ജൂണിലാണ് ആള് ഇങ്ങോട്ട് കൊളാബ് ചോദിച്ച് മെസ്സേജ് അയച്ചത്. അയച്ചതിന് ശേഷം കൊളാബിനെ പറ്റി ഓർമ്മിപ്പിക്കുമ്പോഴൊക്കെ ഇടയ്ക്കൊരു ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെന്ന് പറഞ്ഞു. അതൊക്കെ ഞങ്ങൾ മനസ്സിലാക്കി സമയം കൊടുത്തു. പിന്നീട് ശ്രദ്ധിക്കുമ്പോൾ ആള് വേറെ വീഡിയോസ് ഇടുകയും ഷെയർ ചെയ്യുകയും ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നീട് നമ്മൾ അയക്കുന്ന മെസ്സേജസിന് റിപ്ലൈ ഇല്ലാതെയായി എല്ലാം അപ്പപ്പോ സീൻ ആക്കുന്നുണ്ടായിരുന്നു. 2025 ജനുവരി വരെ ഞങ്ങൾ മെസ്സേജ് അയച്ചുകൊണ്ടിരുന്നു. എല്ലാത്തിനും സീൻ മാത്രം. ഞങ്ങളുടെ ഒരു ചെറിയ ബിസിനസ് പേജ് അല്ലേ, എന്താണ് ചെയ്യേണ്ടതെന്ന് ഒരു പിടിയില്ലായിരുന്നു. ബാക്കി ബിസിനസ് പേജസ് ആണ് പ്രതികരിച്ച് ഒരു വീഡിയോ ഇടണമെന്നൊരു മോട്ടിവേഷൻ തന്നത്. ഫസ്റ്റ് വീഡിയോ ഇട്ട അപ്പൊ തന്നെ മെസ്സേജ് വന്നിരിക്കുന്നു. ഒരു ഫ്രണ്ട് വഴിയും മെസ്സേജ് അയച്ചു. സെറ്റിൽ ചെയ്യാം, പ്രൊഡക്ട്സിന്റെ കാശ് തരാം, പിന്നെ വീഡിയോ എങ്ങനെയെങ്കിലും എടുത്തു മാറ്റാമോ എന്നൊക്കെ ചോദിച്ചു. 1.5 വർഷത്തിന് ശേഷമാണെന്ന് ഓർക്കണം, അതും ഈ വീഡിയോ ഇട്ടത് കൊണ്ട് മാത്രം. ഏറ്റവും വിഷമം അതൊന്നുമല്ല, നമുക്ക് പ്രൊഡക്ട്സിന്റെ കാശൊന്നും ഇനി വേണ്ട, ഇത്ര കാലമായില്ലേ. ഞങ്ങളെപ്പോലുള്ള ഒരു ചെറിയ ബിസിനസ് പേജിനെ പറ്റിച്ചതിന് ആള് ഒരു സോറി മെസ്സേജ് പോലും ഇതുവരെ അയച്ചിട്ടില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിത് ആദ്യം കണ്ടപ്പോഴത്തേക്കും ഭയങ്കര വലിയ ചെറ്റത്തരമായിട്ടാണ് എനിക്ക് തോന്നിയത്. ഒന്നാമത്തെ കാര്യം, നമ്മൾ ചോദിച്ച് മേടിച്ചൊരു കൊളാബറേഷൻ. ഇവർ ശരിക്കും പറഞ്ഞാൽ കൊളാബ്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇപ്പോൾ ഇവർക്ക് ഏകദേശം 2-2.5 ലക്ഷം രൂപ അടുപ്പിച്ച് ഫോളോവേഴ്സ് ഉള്ള ആൾക്കാരല്ലേ. അപ്പോൾ അങ്ങനെ ഒരാൾ ഇതേപോലെയുള്ള ചെറിയ 5000-6000 ഫോളോവേഴ്സ് ഉള്ള പേജാണ്. അത്രയുള്ള ചെറിയ ആൾക്കാരെ പറ്റിക്കുന്ന വളരെ വില. അവരൊരു 10, 200, 300 ജസ്റ്റ് ആ ചെറിയ ചെറിയ കാര്യങ്ങൾ അവർക്ക് ആ പ്രോഡക്ട്സ് നിങ്ങൾക്ക് അയച്ചു തരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ബിസിനസ് പ്രൊമോട്ട് ചെയ്യാനായിട്ടാണ്. അത് മേടിച്ച് വരുത്തിയിട്ട് ഇവർ ബിൻസ് ചെയ്തിരിക്കുന്ന പ്രൊമോഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധനം കൊടുക്കുന്നിട്ട് ആ സാധനത്തിന് ബേസ് ചെയ്തിട്ട് പ്രൊമോട്ട്. ഇവർ ചൂസ് ചെയ്ത സാധനം ആ പൈസയും കൊടുത്തിട്ടില്ല, അത് പ്രൊമോട്ടും ചെയ്യുന്നില്ല. ചോദിക്കുമ്പോഴത്തേക്കും മറ്റേ ഓരോരോ ന്യായങ്ങൾ പറയാം.
അതിനുശേഷം ബിൻസി ഇതിനൊക്കെ റെസ്പോണ്ട് ചെയ്ത് ഒരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ അവരോട് നേരത്തെ പറഞ്ഞു എനിക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു, അത് നിങ്ങൾ വിചാരിക്കുന്നതിൽ വലിയ ഐറ്റംസ് ഒന്നുമല്ല, 100-300 രൂപയുടെ നിസ്സാര തുകയുടെ കാര്യങ്ങളൊക്കെയാണെന്ന് പറയുന്നത്. ബിൻസി വലിയൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇവരുടെ ഇടയിൽ. അപ്പോൾ എനിക്ക് ബിൻസിയോട് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബിൻസിയുടെ ചാച്ചൻ ഓട്ടോ ഡ്രൈവർ തന്നെയല്ലേ. ഓട്ടോ ഡ്രൈവർ നമ്മൾ ഓട്ടോ കാശ് നമ്മൾ അങ്ങോട്ട് 100, 200, 50 ഒക്കെ വെച്ചല്ലേ കിട്ടുന്നത്. അപ്പോൾ ആ ചെറിയ കാശ് ബിൻസിക്ക് ആ സമയത്ത് വലിയ ഇത് തന്നെയല്ലായിരുന്നോ? ആ ഒരു വരുമാനത്തിൽ കൂടെ അല്ലേ ബിൻസി ഇപ്പോൾ വളർന്നു വരുന്നത്. അപ്പോൾ അതേപോലെ അവർക്ക് ആ 300 രൂപ വലിയ വിലപ്പെട്ടത് തന്നെയാണ്. അവരുടെ ബിസിനസ് പ്രൊമോട്ട് ചെയ്യാനായിട്ടാണ് നിങ്ങൾക്ക് ആ സാധനങ്ങൾ ഫ്രീ ആയിട്ട് തരുന്നത്, കൊളാബ് ചെയ്യാനായിട്ട്. നിങ്ങൾ ചോദിച്ച് മേടിച്ചൊരു കൊളാബാണ്. അതിൽ നിങ്ങൾ പ്രൊമോട്ട് ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട്. നിങ്ങൾ പ്രൊഫഷണലായിട്ട് ഇതേപോലെ കൊളാബ് ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങൾ അവരുടെ അത് ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്വം ഉണ്ടോ. അല്ലാതെ 1.5 വർഷം കഴിഞ്ഞിട്ട് പൈസ തിരിച്ച് കൊടുക്കുക എന്ന് പറയുന്നൊരു ന്യായമല്ല. അതായത് ഞാൻ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, ഒരാളുടെ നിന്ന് 200 രൂപ ഒരാളുടെ നിന്ന് പോക്കറ്റ് അടിക്കാമെന്ന് വെച്ചു. അതായത് അയാളുടെ പേഴ്സിൽ ആ കൂടെ 200 രൂപയേ ഉള്ളൂ. ഞാൻ അയാളുടെ പേഴ്സിൽ നിന്ന് 100 രൂപ എടുത്തിട്ട് അയാൾക്ക് കൊടുത്തു. എന്നിട്ട് പറയാം 100 രൂപയല്ലേ പോക്കറ്റ് ചേട്ടൻ ഇത്രയും വലിയ പ്രശ്നമാക്കണ്ടല്ലോ, 100 രൂപയുടെ കാര്യമില്ല, ഞാൻ കുറച്ച് നാൾ കഴിയുമ്പോൾ തരാമെന്ന് പറയുമ്പോഴത്തേക്കും എങ്ങനെ ഉണ്ടാവും? അതായത് പോക്കറ്റ് അടി അല്ലാണ്ട് മാറുമോ? അതേപോലത്തെ ഒരു പരിപാടിയാണിത്. ഉടായ്പല്ലാണ്ടെന്ന് പറയാം. 300 രൂപയാണെങ്കിൽ 5000 രൂപയാണ്, 1 ലക്ഷം രൂപയുടെ സാധനമാണെങ്കിലും 300 രൂപയുടെ പ്രൊഡക്റ്റ് ആണെങ്കിലും ഇപ്പോൾ ബിൻസി കാണിച്ച നല്ലൊരു ഉടായ്പാണ്. അത് കള്ളത്തരം തന്നെയാണ്. അത് വലിയ ഇതൊന്നുമില്ല. 100 രൂപയുടെ പ്രൊഡക്റ്റ് ആണെങ്കിലും നമ്മൾ ഒരാളെ പറഞ്ഞു പറ്റിക്കുന്നത് കള്ളത്തരം തന്നെയാണ്, അത് ഉടായ്പാണ്. അത് അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കണം ആദ്യം. അത് ഇത്രയും ഫോളോവേഴ്സ് ഉണ്ടായിട്ട് കാര്യമില്ല. വെറുതെ അല്ല ഏറി കയറുന്നത് ഓരോ കാര്യത്തിലും. ബിൻസിയുടെ നിലപാട് ഇങ്ങനത്തെ ഓരോരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേക്കും അത് ശരിക്കും പറഞ്ഞാൽ ഫെയർ ആയിട്ട് തോന്നിയില്ല. എനിക്ക് ഇവരുടെ സൈഡിൽ നിന്നപ്പോൾ ഭയങ്കര വിഷമം തോന്നുന്നു. എന്ന് വെച്ചാൽ ഒരു 5000-6000 ഫോളോവേഴ്സ് ഉള്ള പേജ്. ശരിക്കും പറഞ്ഞാൽ ഇവരുടെ ഒരു മര്യാദ വെച്ച് നിങ്ങളൊന്ന് ആലോചിക്കണം. ഇവരുടെ ഒരു മര്യാദ വെച്ച് ഇവർ 1.5 വർഷം വെയിറ്റ് ചെയ്തു, എന്നിട്ടാണ് ഇവർ മെസ്സേജ് ഇടുന്നത്. ആ ഒരു ഇതുപോലും എന്നിട്ട് ഇവർ സോറി പറയുന്നില്ല. ആ ഒരു തൊലിക്കെട്ടി സമ്മതിക്കണം കേട്ടോ ബിൻസിയുടെ. എന്നാലും ബിൻസിയുടെ മറ്റേ ഇതൊന്ന് കാണാം, പോസ്റ്റ് ഒന്ന് കാണാം. ഹോപ്പ് യു വിൽ ഡു ദ കൊളാബറേഷൻ ഇൻ ദ കമ്മിങ് ഡേയ്സ്, താങ്ക് യു എന്ന് പറഞ്ഞാൽ ആദ്യം അയച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ജൂൺ 4-ാം തീയതി ഈ വീക്കിൽ ചെയ്യാമോ കൊളാബ് എന്ന് അയക്കുമ്പോഴത്തേക്കും ബിൻസി അയക്കുന്നുണ്ട്, ഡോൺ വെറി എന്ന് പറഞ്ഞാൽ അയക്കുന്നുണ്ട്. എന്നിട്ട് ഒരു വോയിസ് നോട്ട് അയക്കുന്നുണ്ട്. അതിനുശേഷം പുള്ളിക്കാരി ഇത് ഇവരുടെ പേജിലിട്ടാട്ടോ. നാളെ ഓൾറെഡി ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യാനുണ്ട്. അപ്പം ഞാൻ സാറ്റർഡേ വീഡിയോ എടുത്തിട്ട്, അല്ലെങ്കിൽ ഞാൻ നാളെ വീഡിയോ എടുത്തിട്ട് സാറ്റർഡേ ഇടുന്ന പോലെ ചെയ്താൽ മതിയോ? ഞാൻ ആദ്യം അയച്ച മെസ്സേജ് ജൂണിലാണ് അയച്ചത്. ഇനി രണ്ടാമത് ഇവർ അയക്കുന്ന മെസ്സേജ് ഓഗസ്റ്റിലാണ് അയക്കുന്നത്. അതായത് ഓഗസ്റ്റ് 19-ാം തീയതിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഇവർ വീണ്ടും ഒരു മെസ്സേജ് അയക്കുന്നുണ്ട്. അത് വായിക്കാം. ഹേ, യു സെഡ് യു വിൽ പോസ്റ്റ് എ കൊളാബ് ലാസ്റ്റ് വീക്ക്. വി ഷെഡ്യൂൾ ഓൾ അതർ കൊളാബ്സ് അക്കോർഡിംഗ് ടു ദാറ്റ്. This is a very unfortunate situation and very unprofessional as well. Kindly post the collab within 2 days. It's a request. Thank you എന്ന് പറഞ്ഞ് അയക്കുന്നുണ്ട്. അതിനുശേഷം ബിൻസി ഒരു ഫോട്ടോ അയക്കുന്നുണ്ട്, ഐ എം ഇൻ ഹോസ്പിറ്റൽ എന്ന് അയക്കുന്നുണ്ട്. അതിനുശേഷം ഓഗസ്റ്റ് 19-ാം തീയതി ബിൻസി ഒരു ഫോട്ടോ ഇടുന്നുണ്ട്. അത് ബിൻസി ഹോസ്പിറ്റലാണെന്ന രീതിയിൽ കാണിക്കുന്നുണ്ട്, ഐ എം ഇൻ ഹോസ്പിറ്റലിൽ നിന്നും ബിൻസി എഴുതുന്നുണ്ട്. അതിനുശേഷം ഇവരൊരു റിപ്ലൈ കൊടുക്കുന്നുണ്ട്. അത് ഹേ, ഹോപ്പ് യു ആർ ഓക്കെ ബൈ നൗ എന്നൊക്കെ പറഞ്ഞിട്ട് അയക്കുന്നുണ്ട്. എന്നിട്ട് ഡു ദ കൊളാബ് ആസ് സൂൺ ആസ് പോസിബിൾ, താങ്ക് യു ആൻഡ് ടേക്ക് കെയർ എന്ന് പറഞ്ഞാൽ അവർ വളരെ മാന്യമായിട്ട് 19-ാം തീയതി അയച്ച മെസ്സേജ് 30-ാം തീയതി അവിടെ വളരെ മാന്യമായിട്ട് അവരൊരു മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ടും ഇവർ കൊളാബ് ചെയ്യുന്നില്ല. ഇവർ മേടിച്ച സാധനത്തിൻ്റെ കൊളാബ്സിൻ്റെ ഇതൊന്നും ചെയ്യുന്നില്ല. അതിനുശേഷം ശരിക്കും പറഞ്ഞാൽ ബിൻസി ബാക്കിയുള്ള, അതായത് ഈ കൊളാബ് ഇവരുടെ മാത്രമല്ല, ഇവരെ ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള കൊളാബ്സ് ഒക്കെ ബിൻസി ചെയ്യുന്നുണ്ട്. ബാക്കിയുള്ള സാരിയുടെ ആണെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ബിൻസി ആക്റ്റീവായിട്ട് ചെയ്യുന്നുണ്ട്. ഇവരുടെ കേസ് വരുമ്പോൾ മാത്രം നല്ല ചവിട്ടി പിടിക്കുന്നുണ്ട്. അതെന്താ അങ്ങനെ? പ്രൊഡക്ട്സ് മേടിച്ചതിന് ശേഷം, അതായത് ബിൻസിക്ക് ഇനി പൈസ കിട്ടാഞ്ഞിട്ടാണോ എന്ന് എനിക്കറിയാൻ പാടില്ല. അതായത് പ്രൊഡക്ട്സ് ഫ്രീ ആയിട്ട് തരുന്നതിൻ്റെ അഹങ്കാരമാണോ എന്ന് എനിക്കറിയാൻ പാടില്ല. അത് നിങ്ങളെ വിശ്വസിച്ച്, നിങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്ന വിശ്വസിച്ച് നിങ്ങൾക്കൊരു പ്രൊഡക്ട്സ് തരുമ്പോഴത്തേക്കും, നിങ്ങൾ ഇതേപോലത്തെ ഒരു ഉടായ്പ് കാണിക്കുമ്പോഴത്തേക്കും അത് വളരെ ചെറിയൊരു പേജ്, അത് വലിയ ഫേമസ് ആണ്, വളരെ ചെറിയൊരു പേജ്. ഇപ്പം നിങ്ങൾ തിരിച്ചിപ്പോൾ ഇങ്ങോട്ട് അവർക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ടാണ്? ഇവർ ഇതേപോലത്തെ വീഡിയോസ് കണ്ടു, അത് കുറേ പേര് എടുത്ത് റിയാക്ട് ചെയ്തു, പണി പാളിന്ന് മനസ്സിലായപ്പോഴത്തേക്കും അവർക്ക് സെറ്റിൽ ചെയ്യാമെന്ന് പറഞ്ഞൊരു മെസ്സേജ് അങ്ങോട്ട് ഇട്ടിട്ടുണ്ട്. ബിൻസി ഇവരെക്കുറിച്ചൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ആ പോസ്റ്റ് ഞാൻ ഇവിടെ സൈഡിൽ വെക്കാം. ആ പോസ്റ്റിൽ ബേസിക്കായിട്ട് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, അത് കൂടിപ്പോയ 300 രൂപ. അത് 2024 ഞാൻ ഇവരോട് വ്യക്തമായി പറയുന്നുണ്ടായിരുന്നു, എനിക്ക് ഇതേപോലെ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായിരുന്നു, എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല. അതിന് കുറേ നാൾക്ക് ശേഷം ഞാൻ പറയുന്നുണ്ടായിരുന്നു അവരോട്, വേണമെങ്കിൽ പൈസ അയച്ചു തരാമെന്ന് പറയുന്നുണ്ടായിരുന്നു. അതെവിടുത്തെ പരിപാടിയാണ്? പൈസ അയച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ഈ ബിൻസി ന്യായീകരിച്ചുകൊണ്ട് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് ഇവർക്കിപ്പോൾ റീച്ചിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ പൊക്കിക്കൊണ്ടുവരുന്നത്. അത് അവർ റീച്ച് ഉണ്ടായിക്കോട്ടെ, എനിക്ക് എൻ്റെ കാര്യം അറിയാം, അവർ റീച്ച് ഉണ്ടായിക്കോട്ടെ, നിങ്ങളെല്ലാം സപ്പോർട്ട് ചെയ്യുന്ന പറഞ്ഞാൽ ബിൻസി ഭയങ്കര ചിരിച്ചുകൊണ്ടിരിക്കുന്നു. അതായത് കൊളാബ് ചോദിച്ച അവരല്ല വന്നത്. ഒന്നാമത്തെ കാര്യം, ബിൻസി അങ്ങോട്ട് കൊളാബ് ചോദിച്ചിട്ട് അവർ കൊളാബിന് ഓക്കെ പറഞ്ഞു, അവരുടെ പ്രൊഡക്ട്സ് ഇഷ്ടമുള്ള സെലക്ട് ചെയ്തോട്ടേന്ന് ചോദിച്ചതിന് ശേഷം ബിൻസി സെലക്ട് ചെയ്ത പ്രൊഡക്ട്സ് അവർ അയച്ചു തരികയും ചെയ്തു. എന്നിട്ട് അതും മേടിച്ചു വെച്ചിട്ട് ഒരുമാതിരി മറ്റടുത്ത പരിപാടി കാണിക്കുന്നത് അത് വലിയൊരു ചേട്ടത്തരം തന്നെ, ഉള്ള കാര്യം പറയാമല്ലോ. എന്നിട്ട് അവരെ കുറ്റം പറയുക എന്ന് പറഞ്ഞാൽ എന്തുവാ ബിൻസി? അതായത് 300 രൂപ ആയിക്കോട്ടെ, 1000 രൂപ ആയിക്കോട്ടെ, 5 ലക്ഷം ആയിക്കോട്ടെ, 5 ലക്ഷം രൂപയുടെ ഒരു പ്രൊഡക്റ്റ് മേടിച്ചിട്ടും 300 രൂപയുടെ പ്രൊഡക്റ്റ് മേടിച്ചാലും, അതായത് ഒരാളെ
പ്രോമിസ് ചെയ്ത് ഇതേപോലെ പ്രൊമോട്ട് ചെയ്യാന്ന് പറഞ്ഞ് പ്രൊമോട്ട് ചെയ്യാന്ന് പറഞ്ഞ് പ്രോമിസ് ചെയ്തതിന് ശേഷം ഇതേപോലത്തെ ഉടായ്പ കാണിക്കുന്ന വലിയൊരു ചെറ്റത്തരം തന്നെയാണ്. ഇല്ലാത്ത പറയാൻ പറ്റത്തില്ലല്ലോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം ഇതേപോലെ ചെറിയ ആൾക്കാർ അവരുടെ ചെറിയ ബിസിനസ് അത് എങ്ങനെയെങ്കിലും വളരുന്നെങ്കിൽ വളർന്നോട്ടെന്ന് ഓർത്തിട്ടായിരിക്കും നിങ്ങളെപ്പോലെയുള്ള ആൾക്കാർക്കൊക്കെ കൊളാബ് ചെയ്യാൻ കൊടുക്കുന്നത്. അപ്പം നിങ്ങളെപ്പോലെയുള്ള ആൾക്കാർ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാവും? അവർക്കും വളരണ്ടേ? നിങ്ങൾ 300 രൂപ എന്ന് പറഞ്ഞ കളിയാക്കും, വെറും 300 രൂപ എന്നൊക്കെ പറഞ്ഞ കളിയാക്കും. നിങ്ങളുടെ ചാച്ച, ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞത്, നിങ്ങളുടെ ചാച്ചന് ഓട്ടോ ഓടി കിട്ടുന്ന സമയത്ത് പണ്ട് നിങ്ങൾ ചാച്ചന് ഓട്ടോ ഓടിയല്ലേ നിങ്ങൾ നോക്കിക്കൊണ്ടിരുന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മൾ നോർമലി ഓട്ടോ ഓടുന്ന സമയത്ത് 100, 200, 300 അല്ലേ കിട്ടിക്കൊണ്ടിരുന്നത്. ആ 300 രൂപയൊക്കെ വെച്ചുകൊണ്ടല്ലേ ബിൻസിയും ജീവിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ആ കാലഘട്ടത്തിൽ ബിൻസിക്ക് നല്ല ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായ സമയത്ത് ആ 300 രൂപ വലിയ തുകയല്ലേ. അതേപോലെ ഇപ്പോൾ അവർക്കും ആ തുക വലിയ കാര്യം തന്നെയാണ്. അപ്പോൾ അങ്ങനെ കുറച്ച് കാണല്ലേ ബിൻസി. അപ്പോൾ അങ്ങനത്തെ ഒരു ടോക്ക് വന്നത് 300 രൂപയേ ഉള്ളൂ, 2024 300 ഉള്ളൂ, ഞാൻ പൈസ അങ്ങോട്ട് അയച്ച് കൊടുത്തേക്കാന്ന് പറയുന്നത് വലിയ ഇത് തന്നെയാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്രയ്ക്ക് അഭിമാനമായിരുന്നു നിങ്ങൾ സ്പോട്ടിൽ അപ്പം തന്നെ അയച്ചു കൊടുക്കണമായിരുന്നു. അതായത് ആ മാസം തന്നെ സോറി എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ നിങ്ങൾ കൊളാബ് ചെയ്യാൻ അതിൻ്റെ 3 ഇരട്ടി, അല്ലെങ്കിൽ ഒന്നുകിൽ മേടിച്ച സാധനം തിരിച്ചു കൊടുക്കണമായിരുന്നു, അല്ലെങ്കിൽ ആ പൈസ തിരിച്ചു കൊടുക്കണമായിരുന്നു. ആ ഒരു മര്യാദ കാണിച്ചില്ല. പിന്നെ ഇത്രയും ചെയ്തിട്ട് 1.5 വർഷം കഴിഞ്ഞിട്ടാണ് ഇവരിത് പോസ്റ്റ് ചെയ്യുന്നത്. എന്തിനാ അവർക്ക് ഇപ്പോൾ റീച്ച് കിട്ടാനായിട്ട്? അല്ലെങ്കിൽ ആ വർഷം തന്നെ അവർക്ക് പോസ്റ്റ് 2024 തന്നെ അവർക്ക് പോസ്റ്റ് ചെയ്തൂടെ? 1.5 വർഷം കഴിഞ്ഞിട്ടാണ് ഇവർ പോസ്റ്റ് ചെയ്യുന്നത്. പക്ഷേ എന്നിട്ടും ബിൻസിയുടെ തൊലിക്കട്ടി, പക്ഷെ എനിക്ക് സമ്മതിച്ചേ പറ്റുള്ളൂ, ബിൻസിയുടെ തൊലിക്കട്ടി സമ്മതിച്ചിട്ടുണ്ട്. അത് തെറ്റാന്ന് അറിഞ്ഞിട്ട് പോലും ബിൻസി അതിനെ സപ്പോർട്ട് ചെയ്യുന്നത് എനിക്ക് സമ്മതിച്ചു. ഒരു സോറി പറഞ്ഞാൽ തീരാന്ന് ഇതേ ഉള്ളൂ. അല്ലെങ്കിൽ അവർ ജസ്റ്റ് ഒരു 5 മിനിറ്റത്തെ വീഡിയോയുടെ കാര്യമല്ലേ ഉള്ളൂ. അത്രയ്ക്ക് ഹീഗോ ഹേർട്ടാവും മാത്രം അവരൊന്നും ചെയ്തിട്ടില്ല. അവരെല്ലാം മര്യാദയ്ക്കാണ് സംസാരിച്ചിരിക്കുന്നത്. അതെനിക്ക് തീരെ പ്രൊഫഷണൽ അല്ലാത്ത രീതിയിലാണ്. ഇനി ബിൻസിയായിട്ട് കൊളാബ് ചെയ്യുന്നവരൊക്കെ ഇതേപോലെ ചിന്തിച്ചാൽ മതി. ഇതിനുശേഷം ഒരു ഇഷ ബൈ PK എന്ന് പറഞ്ഞാൽ അവരും ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഞങ്ങളുടെ സാധനം വില കുറവാണെന്ന് വെച്ചിട്ട് ഞങ്ങളെ പറ്റിക്കാനുള്ള അവകാശം ആർക്കും ഇല്ലെന്ന് പറഞ്ഞിട്ട് ഒരു വലിയ പോസ്റ്റ് ഇട്ടുണ്ടായിരുന്നു. 2024 കൊളാബ് ചോദിച്ച് മേടിച്ച് ഇതേപോലെ ഞങ്ങളുടെ സാധനങ്ങൾ പ്രൊമോട്ട് ചെയ്യാമെന്ന് പറഞ്ഞ ഒരാൾ വരികയും അത് അവരുടെ ബിസിനസ്സിൽ അത് കുറേ ഇമ്പ്രൂവ്മെൻറ്റ്സ് ഉണ്ടാക്കുന്ന പ്രതീക്ഷയിൽ അവർക്ക് ആ സാധനങ്ങളൊക്കെ അയച്ചു കൊടുക്കുകയും പിന്നെ സാധനത്തിൻ്റെ വില കുറവാണെന്ന് പറഞ്ഞാൽ അവരെ കളിയാക്കേണ്ട ആവശ്യമില്ല ബിൻസിക്ക് അറിയാം ആ സാധനത്തിന് 300 രൂപ അല്ലെങ്കിൽ 150 രൂപ വിലയുള്ളതെന്നറിയാം. പിന്നെ എന്തിനാണ് അതങ്ങോട്ട് ചോദിച്ച് മേടിക്കാൻ പോകുന്നത്? ബിൻസിയുടെ പോസ്റ്റ് കണ്ടാൽ തോന്നും ഇവരാണ് ബിൻസിയോട് കൊളാബ് ചെയ്യണം എന്ന് പറഞ്ഞാൽ കാല് പിടിക്കുന്നുള്ളതെന്ന്. അത് ബിൻസി ഇവരുടെ കാല് പിടിച്ച് കൊളാബും മേടിച്ചിട്ട് അവർ ഓക്കെ പറഞ്ഞ് കൊളാബും തന്ന് സാധനങ്ങളൊന്നും അയച്ചു തന്നിട്ട് പിന്നെ ആ സാധനത്തിന് പ്രൊമോട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ മറ്റടുത്ത പരിപാടിയാണ്. കുറേ നാൾക്ക് ശേഷം അതിന് 300 രൂപ വിലയുള്ളൂ, പൈസ അയച്ചു കൊടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയുള്ള കാര്യമാണോ? എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ചെയ്യുക. എന്തായാലും ഈ ഒരു കാര്യത്തിൽ ബിൻസി ഏറിപ്പോകുന്നതിൽ യാതൊരു തെറ്റില്ലെന്ന് ഞാൻ പറയത്തുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു 5000-6000 പേജുള്ള ഒരു ചെറിയൊരു പേജാണ്. അവരുടെ കുറേ സോഴ്സ് ഓഫ് ഇൻകം അതാണ്. അവരൊരു പുതിയൊരു ബിസിനസ് ആരംഭിച്ചു, അതെങ്ങനെയെങ്കിലും പ്രൊമോട്ട് ചെയ്യാൻ ബിൻസിയെ പോലെയുള്ള ഇൻഫ്ലുവൻസേഴ്സ്, ബിൻസിയെ പോലെയുള്ള ഇതേപോലത്തെ ചീപ്പ് ഇൻഫ്ലുവൻസർ സമ്മതിക്കത്തില്ലെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാനാണ്? ഞാൻ ഈ കാര്യത്തിൽ ഇവരുടെ കൂടെയാണ്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക.